ഗൈസ് അസ്സലാമു അലൈക്കും. ഇജൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പരിപ്പ് പായസം വെക്കാമെന്ന് കരുതി കേട്ടോ. വെക്കുന്നത് വേറെ ആരുമല്ല, എൻ്റെ മാമിയാണ്. അപ്പോൾ മാമി അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് വേവിച്ച് വെച്ച പരിപ്പ്, നല്ല ഉടഞ്ഞ് വേവിച്ച് വെച്ച പരിപ്പ് അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓണമൊക്കെ വരെയല്ലേ, അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇപ്പം നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ ചവരി കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ എത്ര പേരാണ് ഈ പരിപ്പ് പായസത്തിൽ ചവരി ഒഴിക്കണമെന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഒഴിക്കാറുണ്ട്, നിങ്ങൾ ഒഴിക്കുമോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അതും കൂടെ ഇട്ട് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. അതിലോട്ട് നമ്മളുടെ മൂന്നാം പാല്, തേങ്ങാപ്പാൽ ഞങ്ങൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാലായിട്ട് അതിൽ മൂന്നാം പാൽ ഞങ്ങൾ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി ആ കട്ട ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി അടിയിൽ പിടിക്കാതെ, പരിപ്പൊക്കെ നല്ല രീതിയിൽ കട്ട പിടിക്കാതെ, അതൊക്കെ കട്ട പിടിച്ചതൊക്കെ ഒന്ന് ഉടച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നിങ്ങൾ ശർക്കര പാനി ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മധുരത്തിനാണ്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം നോക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലോട്ട് ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പായസം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ രണ്ടാം പാൽ ഒഴിക്കുന്നു കേട്ടോ. രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക കേട്ടോ. ഇളക്കി നല്ല വൃത്തിയായി ഇളക്കി അത് ഒന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്കും അതിലോട്ട് ഏലക്ക ചതച്ചതിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏലക്ക ചതച്ചതിട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് താളിപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ താളിക്കാനായിട്ട് ഞങ്ങൾ ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞങ്ങൾ കൊപ്രയാണ് കേട്ടോ അരിഞ്ഞ് ഇടാറ്. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് തേങ്ങ തന്നെ ഞങ്ങൾ അരിഞ്ഞ് മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നെയ്യിലിട്ടാണ് കേട്ടോ വറുക്കുന്നത്. അപ്പോൾ ഞങ്ങളതിട്ട് വറുത്തതിന് ശേഷം അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡാവുന്നവരെ വറുത്ത് കോരി അതിലോട്ടൊഴിക്കും. ഇത് ലാസ്റ്റാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇത് വറുത്ത് കോരി നമ്മൾ അന്നേരം തന്നെ അറിയാതെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിന് സാരമൊന്നുമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് അങ്ങ് താളിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ.
നമ്മുടെ പായസം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്നും കൂടെ ഒന്ന് നല്ല വൃത്തിയായി ഇളക്കി അടച്ച് സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയത് നന്നായിട്ട് പാകത്തിന് കുറുകി വന്നിട്ടുണ്ടല്ലോ. നല്ല കുറുകിയുമല്ല നല്ല വെള്ളവുമല്ലാത്ത നല്ല പാകത്തിനുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതിലോട്ട് ഞങ്ങളുടെ ലാസ്റ്റത്തെ ഇതാണ് കേട്ടോ, ഒന്നാം പാല്, അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വയ്ക്കും. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകാൻ കേട്ടോ. നല്ല ചൂട് കടല പായസവും പഴവും പപ്പടവും. അപ്പോൾ എത്ര പേർക്ക് ഈ കോംബോ ഇഷ്ടമുണ്ടെന്ന് താഴെ ലൈക്ക് ചെയ്ത് കമൻ്റ് ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.